ഹായ്, തീറ്റ പ്രാന്തന്മാരുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ മിനി സമുദ്ര സദ്യയിലെ മൂന്നാമത്തെ ഐറ്റമായ ഞണ്ട് കറി ആണ് ഉണ്ടാക്കുന്നത്. ഇതിനു മുമ്പിലത്തെ 2 എപ്പിസോഡ് കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അത് കാണുക. കഴിഞ്ഞ എപ്പിസോഡുകൾ മിസ് ചെയ്തവർക്ക് വേണ്ടി പറയുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കാണിച്ചത് മാങ്ങയിട്ട് വെച്ച ചെമ്മീനും പിന്നെ നല്ല അടിപൊളി കൂന്തൽ നിറച്ചതും. അപ്പോൾ അത് തീർച്ചയായിട്ടും കാണണം, മിസ് ചെയ്യരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡായ ഞണ്ട് കറിയിലേക്ക് കിടക്കാം. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് തേങ്ങാപ്പാലൊഴിച്ച ഞണ്ട് കറിയാണ്. ഞങ്ങളിന്നിവിടെ 1 കിലോ ഞണ്ട്, നല്ല ഫ്രഷ് ഞണ്ട് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യം നന്നാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് നന്നാക്കി എടുത്തിട്ട് കാണാം. 1 കിലോ ഞണ്ട് ഇവിടെ നല്ല അടിപൊളിയായിട്ട് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ഇത് വെറും 3 മണിക്കൂർ കൊണ്ടാണ് ഇത്ര ഐറ്റം ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ നല്ല സീ ഫുഡ് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. 5 ഐറ്റം വെറും 3 മണിക്കൂർ കൊണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. നമുക്ക് ഈ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ട് ആദ്യം ഒന്ന് മസാലയൊക്കെ പെട്ടി റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് ഇതൊരു ചട്ടിയിലേക്ക് ഇടാം. ആദ്യമായിട്ട് ഇതിലേക്ക് ഒരു സവാള വട്ടത്തിലരിഞ്ഞതും പിന്നെ ഒരു 4 പച്ചമുളക് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടി, 1 ടീസ്പൂൺ കശ്മീരി ചില്ലി, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് കറിവേപ്പില പിച്ചി കീറിയിടാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. പിന്നെ ഇതെല്ലാം കൂടെ പുള്ളിക്കാരത്തി മിക്സ് ചെയ്യുന്നുണ്ട്. ഈ ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്തിട്ടില്ല, എന്താണെന്നറിയില്ല. പുള്ളിക്കാരത്തിയുടെ ഒരു രീതിയായിരിക്കും, നമുക്കറിയില്ല, നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ലല്ലോ. ഓരോരുത്തർക്കും അവരവരുടേതായ രീതി ഓഫ് പാചകം ഉണ്ടല്ലോ, അപ്പോൾ അതായിരിക്കും എൻ്റെ വ്യത്യാസം ഉണ്ടാക്കുന്നത്. ഉപ്പിടുന്നുണ്ട്, ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക ഞണ്ടിലേക്ക്. അത് തേച്ചതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഇത് രണ്ടും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്നത് 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. 1/4 ടീസ്പൂൺ അത് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ മസാല എല്ലാം പരട്ടിവിടെ നല്ല സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടുപ്പത്തേക്ക് കയറ്റാം. ഒരു 5 മിനിറ്റ് ഇത് അടച്ചു വെച്ച് അങ്ങ് വേവിക്കാം നമുക്ക്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. നമുക്കൊന്ന് തുറന്നിട്ട് ഇതിലേക്ക് ഒരു 6 ചെറിയ ഉള്ളി ചതച്ചത് ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ച് വീണ്ടും വേവിക്കാം. ഇപ്പോൾ ഏകദേശം ആകെ മൊത്തം ടോട്ടൽ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി വീണ്ടും ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കി ചേരുവകൾ ചേർക്കുന്നത്. ഇപ്പോൾ മൊത്തം കണക്ക് പറയുകയാണെങ്കിൽ ഒരു 20 മിനിറ്റായി. നമുക്കിനി ഇത് തേങ്ങാപ്പാൽ ചേർത്തിട്ട് സ്റ്റൗ അങ്ങോട്ട് ഓഫ് ചെയ്യാം. ഒരു 3/4 ഗ്ലാസ് തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം തിളപ്പിക്കാൻ പാടില്ല. നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്ത് കഴിഞ്ഞു. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമുക്കൊന്ന് ഉപ്പും എരിവൊക്കെ ഉണ്ടോ എന്ന് നോക്കിയേക്കാം. അടിപൊളിയാട്ടോ, ഞണ്ടിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, എല്ലാം നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്, സൂപ്പറാണ്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഈ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ പാടില്ല. തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോഴേക്കും സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്തേക്കുക. ചുമ്മാ ഒന്ന് മിക്സ് ചെയ്യുക നന്നായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അങ്ങനെ നമ്മുടെ മിനി സമുദ്ര സദ്യയിലെ മൂന്നാമത്തെ ഐറ്റമായ ഞണ്ട് കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി അടുത്ത എപ്പിസോഡിൽ, നാളെ അല്ല അടുത്ത എപ്പിസോഡിൽ കാണിക്കുന്നത് നമ്മൾ ഒരു ചെമ്മീൻ റോസ്റ്റും ഇതൊരു വ്യത്യസ്തമായ രീതിയിലുള്ള ചെമ്മീൻ റോസ്റ്റാണ്. ചെമ്മീൻ റോസ്റ്റും പിന്നെ ഗ്രിൽഡ് സാൽമൺ. അപ്പോൾ ഇത് മറക്കാതെ കാണുക. അപ്പോൾ ഇതുവരെ നമ്മുടെ എപ്പിസോഡ് കണ്ട എല്ലാവർക്കും നന്ദി. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കും. എല്ലാ സുഹൃത്തുക്കളും നന്ദി, നമസ്കാരം, ബായ്.